അങ്ങനെ ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ട് ആകെ എന്ന വിവരം വരുമ്പോൾ സുഹൈൽ മുഹമ്മദ് കൂടി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായാണ് സുഹൈൽ ചേരുന്നത്. സുഹൈൽ, ഇപ്പോൾ ഈ ടെഹ്റാനിൽ ഉൾപ്പെടെ സ്ഫോടന ശബ്ദം കേട്ടതായുള്ള വിവരം വരുന്നു. ഒപ്പം റാഫീനിയ ജൂത ആരാധനാലയം തകർത്തു. അത് നേരത്തെ ഏതാനും സമയം മുൻപ് പുറത്തു വന്ന വാർത്തയാണ്. US ഇസ്രയേൽ ആക്രമണത്തിലാണ് ആ ജൂത ആരാധനാലയം തകർന്നത് എന്ന വിവരം പുറത്തു വന്നത്. ഒപ്പം ഈ ഖാർഗ് അത് വളരെ പ്രധാനമാണ്. അത് ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രമാണ്, കയറ്റുമതി കേന്ദ്രമാണ്. അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണോ എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്ഥിരീകരണം വരുന്നുണ്ടോ? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇറാന്റെ പ്രതികരണവും മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. മസൂദ് പെസഷ്കിയാൻ പറയുന്നത് മരിക്കാൻ തയ്യാറാണ്, തങ്ങളുടെ ജനത മുഴുവൻ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന മറ്റൊരു പ്രതികരണം വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഒരു രാജ്യത്തിന്റെ ആത്മവീരത്തെയാണ് ഡൊണാൾഡ് ട്രംപ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ സമാനമില്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രത്തെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന ഭീകരമായ വാക്കാണ് ഒരു രാഷ്ട്രതലവൻ നിന്ന് ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായത്. ഭാവിയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ലോക ചരിത്രത്തിലെ കുറ്റപത്രമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു നാഗരികത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ ആർജിച്ചെടുക്കുന്ന കരുത്താണ്. അതെല്ലാ മേഖലയിലും കരുത്താണ്. നമ്മൾ ഉടുക്കുന്ന ഉടുതുണി തൊട്ടേ ടെക്നോളജി വരെ ആ നാഗരികതയുടെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു നാടിനെ ആ നാഗരികത അകറ്റി നിർത്തും, അല്ലെങ്കിൽ ആ നാഗരികത ഇല്ലാതാക്കും, ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്ക് അല്പം ഭീകരതയുണ്ട്. ആ വാക്കുകൾ യാഥാർത്ഥ്യമായത് ലോകത്തിന്റെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന നോവായി, മുറിവായി, ദുരിതപർവമായി മാറുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം, ഈ പറഞ്ഞത് ഒരു നാടിനെ അതിന്റെ ശിലായുഗത്തിലേക്ക് തള്ളിവിടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കുക, അതിന്റെ സൗകര്യങ്ങളെ തകർക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ആ നാടിന്റെ കണക്ടിവിറ്റിയെ, അവരുടെ ബന്ധപ്പെടലിനെ, അവരുടെ യാത്രയെ, അവരുടെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യഘട്ടമെന്നോണം അമേരിക്ക ചെയ്യാൻ പോകുന്ന സ്വാഭാവികമായും പാലം, റോഡ്, റെയിൽവേ അടക്കമുള്ള കണക്ടിവിറ്റികളെ തകർക്കുക എന്നുള്ളതായിരിക്കും. രണ്ടാമത്തെ ഘട്ടം അതിന്റെ സാമ്പത്തിക അടിത്തറയായിരിക്കും, സാമ്പത്തിക അടിസ്ഥാനം. അതിന് ഈ പറയുന്ന ഇറാന് വരുമാന സ്രോതസ്സാകുന്ന എല്ലാ മേഖലകളും തീർക്കുക, എല്ലാ മേഖലയും അടിച്ച് അമർത്തുക എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുക, അവിടെ സ്ഥാപിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അമേരിക്ക പ്രൈമറി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെയാണ്. കഴിഞ്ഞ ദിവസം ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലൊരു പാലം, കറാച്ചിലെ B1B എന്ന ഏറ്റവും നീളമേറിയ പാലം തകർത്തിരുന്നു. ഈ പാലം തകർക്കുന്നതിന് അമേരിക്ക കാരണമായി പറഞ്ഞത് നിലവിൽ ഇറാൻ ഏറ്റവും വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തുന്ന, പ്രതിരോധം തീർക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ വഴിയാണ്. ഈ ഡ്രോണിനെ, അതായത് ഇറാനിന് ഒരേ സമയം, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും ഡ്രോൺ നിർമ്മിക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ഇറാൻ. അതിന് കണക്കുകളില്ലാത്ത രീതിയിൽ അത്രത്തോളം സജ്ജീകരണങ്ങൾ ഇറാന്റെ ഉള്ളിലുണ്ട്. ഈ സൃഷ്ടിച്ചെടുക്കുന്ന ഡ്രോണുകൾ അതിന്റെ അതിർത്തിയിലേക്ക്, വെസ്റ്റേൺ തീരത്തേക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ ഭാഗത്തേക്ക് എത്തിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ലക്ഷ്യം വെച്ച് ഡ്രോൺ ആക്രമണം നടത്താൻ വേണ്ടി ഈ ഡ്രോൺ എത്തിക്കാൻ ഉപയോഗിക്കുന്ന പാലമാണ് കറാച്ചിലെ B1B പാലം. ഈ പാലമാണ് തുടക്കത്തിൽ അമേരിക്ക തകർത്തത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ അനുജ അടക്കം സൂചിപ്പിച്ചത് ഗാർഗ് അതിന്റെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം. ഈ ഗാർഗ് ഇറാന്റെ ഏറ്റവും സ്ട്രാറ്റജിക് ആയ പോയിന്റാണ്. ഇറാൻ എന്ന രാജ്യത്തിന്റെ 90% വരുമാനം എത്തപ്പെടുന്ന ഇടമാണ്. ഏതാണ്ട് 30 ബില്യൺ ബാരൽ ഈ പറഞ്ഞ പെട്രോ കെമിക്കൽസ്, അതായത് ഈ പറഞ്ഞ ക്രൂഡ് ഓയിലുകളും ഈ പറഞ്ഞ പെട്രോളും ഡീസലും ഒക്കെ ശേഖരിക്കാൻ, അതായത് ക്രൂഡ് ശേഖരിക്കാൻ കഴിയുന്ന ഇടമാണ്. ഏതാണ്ട് ഒരു ദിവസം 6 മില്യൺ ക്രൂഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇടമാണ്. ഈ ഇടത്തേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ സാമ്പത്തികം, സമ്പത്ത്, പണം അത് ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊരു രാജ്യത്തിന്റെ അടിത്തറ, അടിസ്ഥാനം അതിന്റെ സമ്പത്താണ്. ഈ സമ്പത്ത് ഇല്ലാതാക്കിയാൽ പതിയെ പതിയെ രാജ്യം ഇല്ലാതാക്കും. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗാർഗ് ഐലൻഡിലെ പാലങ്ങൾക്ക് കേന്ദ്രീകരിച്ചാണ്, അല്ലെങ്കിൽ പാലങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിലവിൽ അമേരിക്ക ആക്രമണം നടത്തിയത്. അതായത് ഗാർഗ് ഐലൻഡിൽ ഇപ്പോൾ പെട്രോൾ, ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും, ഈ പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിക്കപ്പെട്ടതിന് ശേഷം അത് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ പാലം, റോഡ് ആവശ്യമുണ്ട്. ഈ പറഞ്ഞ കണക്ടിവിറ്റിയാണ് ആദ്യം തകർക്കുന്നത്. നേരത്തെ, അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് ഗാർഗിലിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അതായത് യുദ്ധത്തിന്റെ തുടക്കം തൊട്ട് അമേരിക്ക കൃത്യമായ പ്ലാൻ ഗാർഗിൽ ലക്ഷ്യമാക്കിയുണ്ടായിരുന്നു. ആദ്യം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, ഇപ്പോൾ ഗാർഗിന് ചുറ്റുമുള്ള പാലം, റോഡും ആക്രമിക്കുന്നു. മൂന്നാമത്തെ അറ്റംപ്റ്റ് അതൊന്നെങ്കിൽ ഗാർഗ് പിടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇറാൻ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഗാർഗിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഫോക്കസ്. രണ്ടാമത് ഇറാന്റെ ഏറ്റവും വലിയ വരുമാനം സ്റ്റീൽ പ്രൊഡക്ഷനാണ്. ഈ സ്റ്റീൽ പ്രൊഡക്ഷൻ കേന്ദ്രമായി ഇസ്ഫഹാനിലെയും അസ്വയിലെയും അടക്കമുള്ള കേന്ദ്രങ്ങൾക്ക് നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ആക്രമണം നടക്കുന്നില്ല ഇറാനിൽ എന്നുള്ള ആശ്വാസകരമായ വാർത്ത. അതായത് നിലവിൽ അമേരിക്ക ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഗാർഗ് മാത്രമായിരിക്കും. ഇതൊരു പേടിപ്പെടുത്തലാണോ പാലങ്ങൾ ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പവർ പ്ലാന്റിൽ ആക്രമണം നടത്തുമെന്ന കാര്യം കണ്ടറിയണം. അതുകൊണ്ട് നാളത്തെ 5:30 വരെയുള്ള സമയം നിർണായകമാണ്. 5:30-ക്കുള്ളിൽ എന്തെങ്കിലും ധാരണയിൽ എത്തുമോ, എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ ശിലായുഗത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കാൻ അമേരിക്കയാകുമോ, ഏത് തരത്തിലായിരിക്കും ഇറാന്റെ തിരിച്ചടി? നമ്മൾ അല്പം ഭയത്തോടെ കാത്തിരിക്കുന്ന വസ്തുതകൾ കൂടിയാണ് അനുജ ഇക്കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.